ഉത്തരാധികാരം മക്കൾക്കും മരുമക്കൾക്കും കുഞ്ഞുമക്കൾക്കൊക്കെ നൽകുക. അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ, ഈ പിതാവിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള കുറവുകൾ, മാനുഷിക ബലഹീനത നിമിത്തം ഏതെങ്കിലും രീതിയിലുള്ള കുറവുകൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകൾ നിങ്ങളുടെ പ്രാർത്ഥന വഴിയായിട്ട് അടിക്കപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വഴിയായിട്ട് ആ ഭാരമുള്ള കല്ലുകൾ ഉരുട്ടി മാറ്റപ്പെടുന്നു. അപ്പൊ അതിനായിട്ട് ബലിയർപ്പിച്ചുകൊണ്ട്, ആത്മാർത്ഥമായി തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് നമുക്ക് പിതാവിന്റെ ആത്മശാന്തിക്ക് പ്രാർത്ഥിക്കാം. അപ്പം തന്നെ ഈ പിതാവിന്റെ വേർപാടിൽ ദുഃഖാന്തരായിട്ടുള്ള കുടുംബാംഗങ്ങളെ തന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശ്വാസം ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ ബലിയർപ്പണം ഏറ്റവും യോഗ്യതയോടെ അർപ്പിക്കുവാനും എനിക്ക് വേണ്ടി നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അനുവാദം കേൾക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത അങ്ങേ പുത്രനിലുള്ള ഞങ്ങളുടെ വിശ്വാസം ആഴപ്പെടുമ്പോൾ അങ്ങേ ദാസൻ ബേർലി ഏലിയാസിന്റെ ഉദ്ധാനത്തിലുള്ള പ്രതീക്ഷയിൽ ഞങ്ങളുടെ പ്രത്യാശയും ദൃഢീകരിക്കണമേ. ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകലെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം. കർത്താവിന്റെ വചനം. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ യാചന ശ്രവിക്കണമേ. അങ്ങയുടെ വിശ്വസ്തതയിലും നീതിയിലും എനിക്ക് ഉത്തരമരുളണമേ. ഈ ദാസനെ ന്യായവിസ്താരത്തിന് വിധേയനാക്കരുതേ. എന്തെന്നാൽ ജീവിക്കുന്ന ഒരുവനും അങ്ങയുടെ മുൻപിൽ നീതിമാനല്ല. കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു. അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും പറ്റി ഞാൻ ധ്യാനിക്കുന്നു. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ അങ്ങയുടെ നേർക്ക് കരങ്ങൾ വിരിക്കുന്നു. ഉണങ്ങി വരേണ്ട നിലം പോലെ എന്റെ ഹൃദയം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. കർത്താവേ, എനിക്ക് വേഗം ഉത്തരമരുളണമേ. ഇതാ എന്റെ പ്രാണൻ പോകുന്നു. എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ. മറച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവരെ പോലെയാകും. പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യത്തെ പറ്റി കേൾക്കട്ടെ. എന്തെന്നാൽ അങ്ങയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഞാൻ നടക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്കാണ് ഞാൻ ഉയർത്തുന്നത്. അഭയം തേടി ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വന്നിരിക്കുന്നു. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അവിടുന്നാണ് എന്റെ ദൈവം.
വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നതിനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കർത്താവിന്റെ സുവിശേഷം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവേ, ഞങ്ങളുടെ കാണിക്കകൾ പ്രീതിപൂർവ്വം തൃക്കൻ പാർക്കേണ്ടമേ. അങ്ങേ പുത്രന്റെ മഹോന്നതമായ സ്നേഹകൂടാശയാലാണല്ലോ ഞങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നത്. അങ്ങേ ദാസൻ ബെർലി ഏലിയാസ് അവിടത്തോടുകൂടെ മഹത്വത്തിലേക്ക് സ്വീകരിക്കപ്പെടുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ.
കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനുമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് കൽപ്പനയാൽ ഞങ്ങൾ ജന്മം കൊള്ളുന്നു. അങ്ങേ അഭീഷ്ടത്താൽ ഞങ്ങൾ നയിക്കപ്പെടുന്നു. അങ്ങേ ആജ്ഞയാൽ ഞങ്ങൾ രൂപപ്പെട്ട മണ്ണിൽ പാപത്തിൻ്റെ നിയമത്തിൽ നിന്നും ഞങ്ങൾ മോചിപ്പിക്കപ്പെടുന്നു. അങ്ങേ പുത്രന്റെ മരണത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞങ്ങൾ അങ്ങേ ഇഷ്ടത്താൽ അവിടുത്തെ ഉദ്ധാനമോഹത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരും ചേർന്ന് അങ്ങ് മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആദരിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിം വിണ്ണലവും ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കലുകൾ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാല പീഡകൾ സഹിച്ചു അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി
ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കുന്നത് ഞങ്ങളുടെ ഫ്രാൻസിസ് ആബിയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയാൽ ശുദ്ധീകരിക്കുന്നു. ഇന്ന് ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് ലഭിച്ച അങ്ങേ ദാസൻ ഞങ്ങളുടെ പ്രിയ പിതാവായ സദൃശ്യമായി ഇടത്തോട് ഒന്നായി തീർന്ന് ഞങ്ങളുടെ ഈ പിതാവിനെ അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കുന്നു. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണപ്പെടുന്ന സകലരെയും ഒന്ന് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവിയിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവൽക്കരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങളുടെ പിതാവേ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോലെ നിന്നുള്ളം പാരിലും ആയിടണം. അന്നു വീണ്ടും ദൂരാകാരമെന്നു ഞങ്ങൾക്കും നൽകുമാറായിടണം. അന്യതന്ത്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തന്ത്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാക്ക് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയിൽ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മുന്നിലാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളതനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണം എന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളേണ്ടത്. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക.
ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നത്. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ വിശ്വസിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ദാസൻ ബെർലി ഏലിയാസിനു വേണ്ടി പെസഹ രഹസ്യം ഞങ്ങൾ അനുഷ്ഠിച്ചുവല്ലോ. പ്രകാശത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മന്ദിരത്തിലേക്ക് ഇയാൾ കടന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ഒരു നിമിഷം ഇരിക്കുന്നു. മോൺസിഞ്ഞോർ ജോലേച്ച, സ്നേഹമുള്ള ഫ്രാൻസിസ് അച്ഛൻ, മറ്റു സഹവേദികരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, നമ്മളിൽ നിന്ന് വേർപിരിയുന്ന നമ്മളെല്ലാവരുടെയും സ്നേഹനിധിയായ നമ്മളെല്ലാവരും പൊന്നപ്പൻ ചിറ്റപ്പൻ എന്നും പൊന്നപ്പൻ അപ്പച്ചൻ എന്നും സഹോദരൻ എന്നൊക്കെ വിളിക്കുന്ന നമ്മളുടെ ആ അപ്പച്ചൻ തീർച്ചയായിട്ടും കടന്നു പോകുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് നാം ഈ ബലി അർപ്പിച്ചത്. വളരെ അർത്ഥസമ്പൂർണമായിട്ടുള്ള ഒരു ആമുഖ പ്രഭാഷണം ഫ്രാൻസിസ് നൽകുകയും ചെയ്തു. നന്ദിയുടെ ജീവിതം, വിശ്വാസത്തിൻ്റെ ജീവിതം, ത്യാഗത്തിൽ അധിഷ്ഠിതമായ ജീവിതം. ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ ഈ ചിറ്റപ്പനെ അറിയുവാൻ ഇടയായ സമയം മുതൽ എപ്പോഴും അനുഭവിച്ചിട്ടുള്ളത് ഒത്തിരി സന്തോഷത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ, തമാശകളോടുകൂടെ, ചിരികളോടുകൂടെയൊക്കെയാണ് പെരുമാറിയിട്ടുള്ളത്. അർത്തുങ്കപ്പള്ളിയുടെ പെരുന്നാൾ വരുവാൻ ഞങ്ങളൊക്കെ കാത്തിരിക്കും. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ വന്ന് ചിറ്റപ്പൻ്റെ കുടുംബം വലിയ കുടുംബമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അനുഗ്രഹിക്കപ്പെട്ട വലിയ കുടുംബമാണ്. എല്ലാ മക്കളോടും, എൻ്റെ കസിൻസാണ് എല്ലാവരും, അവരോടൊത്ത് പെരുന്നാൾ ആഘോഷിക്കുക വളരെ വലിയ കാര്യമായിട്ട് എപ്പോഴും കരുതിയിരുന്നു. കാലഘട്ടം. എന്നാലും പെരുന്നാളിൻ്റെ സമയമാകുമ്പോൾ സ്നേഹത്തിൻ്റെ സമ്പന്നത ആ കുടുംബത്തിൽ സമൃദ്ധമായിരുന്നു. അത് അനുഭവിച്ചതുകൊണ്ട് പറയുകയാണ്. വചനം ഇപ്രകാരം പറയുന്നു: ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്ന വർഷങ്ങൾ 100 മേനി വിളയിക്കുന്നു. അഴിയാത്ത വർഷം അത് അതേപോലെ തുടരുന്നു. കുടുംബത്തിന് വേണ്ടി നിരന്തരം ആ അഴിയുന്ന പ്രക്രിയ, കഷ്ടപ്പാടിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ പാതയിലൂടെയാണ് ആ വലിയ കുടുംബത്തെ കെട്ടിപ്പടുത്തത്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് കടന്നു പോകുന്ന അപ്പച്ചന സ്വർഗവാടം തുറന്നിട്ടുമെന്നതിൽ യാതൊരു സംശയവും. വിശ്വാസ ജീവിതത്തിന്റെ പ്രത്യക്ഷ അടയാളമായി തൻ്റെ ഒരു മകളെ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിരന്തരം സഭയ്ക്കും സഭാ സമൂഹത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി കൊടുത്ത അപ്പച്ചൻ തീർച്ചയായിട്ടും മറ്റു മക്കളെയും അതുപോലെ തന്നെ ഉത്തരവാദിത്വത്തോടുകൂടെ തൻ്റെ ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അത് നിർവഹിച്ചുകൊണ്ട് അവരായിരിക്കുന്നിടത്ത് ആയിരിക്കുകയും മാതൃകയും മാർഗവും കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഞാൻ കൂടുതൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് അപേക്ഷിക്കുകയും ചെയ്യും. നിത്യശാന്തി നൽകണമെന്ന് നാം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തോട് ഇന്ന് ചേർന്ന് നിന്നുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തുകയും ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്ത ഏറ്റവും ബഹുമാനപ്പെട്ട വൈദികരുടെ സമൂഹം ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജോയ് പുത്തൻവീട്ടിലച്ഛൻ. ഇവിടെ വികാരി, അസിസ്റ്റന്റ് വികാരി എന്ന സമയത്താണ് ഊർജ്ജവൽക്കാരുടെ പുള്ളിയുടെ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തത്. അതെല്ലാം ആ കുടുംബം എന്ന നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഈ അച്ഛൻ്റെ വേർപാടിന് ഞങ്ങളോടൊപ്പമായിരിക്കുവാനും സംസ്കാരം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരെ എല്ലാവരും ഈ കുടുംബത്തിൻ്റെ സുഹൃത്ത് അച്ഛന്മാരാണ്. പല ഘട്ടങ്ങളിലും ഈ കൂട്ടായ്മ ഒരുമിച്ച് അനുഭവിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് സിസ്റ്റർ ഉർഷയുടെ ജൂബിലി ആഘോഷ സമയത്ത് ഈ അച്ഛന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. നന്ദിയോടുകൂടെ ഓർക്കുകയാണ് നിങ്ങളുടെ സ്നേഹവും കരുതലുമൊക്കെ. പ്രത്യേകിച്ച് ഫ്രാൻസിസ് അച്ഛൻ്റെ
നല്ല വാക്കുകൾക്ക് അച്ഛനോട് പ്രത്യേകമായിട്ട് മറ്റച്ഛന്മാരോടും ഈ കുടുംബത്തിൻ്റെ സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വലിയ കുടുംബമാണ് അപ്പച്ചൻ്റെയും ചിറ്റപ്പൻ്റെയും ചിറ്റോയുടെ ഞങ്ങളുടെ കുടുംബം, പണ്ടത്തോടെ കൂട്ടുകാരുടെ കുടുംബം വലിയ കുടുംബമാണ്. അതുകൊണ്ട് തന്നെയാണ് പള്ളി നിറഞ്ഞ് ഇന്ന് ഈ അപ്പച്ചനെ വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഇവിടെ ആയിരുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും ഈ കുടുംബത്തിൻ്റെ പേരിൽ നന്ദി പറയുകയും നിങ്ങളെ സമൃദ്ധമായി ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. ഇത് ഉയർത്തുകാലമാണ്. ഉദിതനായ ഈശോയും നമുക്ക് നൽകുന്ന വലിയ പാഠം നമ്മുടെ ഉയർപ്പിലുള്ള വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നൽകുന്നത്. അപ്പോൾ ഉദിതനായ യേശുവിൽ ശരണപ്പെട്ടുകൊണ്ട് അവിടെ നൽകുന്ന സമാധാന സമർത്ഥമായി അനുഭവിച്ചുകൊണ്ട് പരസ്പരം ആശ്വസിപ്പിച്ചുകൊണ്ട് ശക്തിപ്പെടുത്താൻ, അതോടൊപ്പം തന്നെ നമ്മളുടെ ജീവിതവും മാതൃകാപരമായി ക്രിസ്തു പഠിപ്പിച്ച പാഠങ്ങളിലൂടെ നടത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ വെളിച്ചമാകുവാൻ നല്ല ഓർമ്മകളൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ കരുപിടിപ്പിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇവിടെ ആയിരിക്കുന്ന ഊർഷ്മ സിസ്റ്ററിൻ്റെ സ്വാധീനിക്കുന്ന മറ്റ് സിസ്റ്റേഴ്സുണ്ട്. അതോടൊപ്പം തന്നെ സ്പെയിനിലുള്ള മദർ ഹൗസ്, മറ്റ് 2 ഹൗസുകളുള്ള സിസ്റ്റേഴ്സ് നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ ഈ മൃതദേഹ സംസ്കാര ശുശ്രൂഷയിൽ ലൈവായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അവരെ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കും. നമുക്ക് സർവ്വജീവജാലങ്ങളുടെ നിദാനമായ ദൈവത്തോട് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. നാം ഇപ്പോൾ സംസ്കരിക്കുന്ന ഈ സഹോദരന്റെ നശ്വരമായ ശരീരം സർവശക്തനായ ദൈവം അനശ്വര മഹിമയോടെ ഉയർപ്പിച്ച് വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർത്തരുളട്ടെ. അവിടുന്ന് ഇയാളെ വിധിക്കുമ്പോൾ കരുണ കാണിച്ച് പാപങ്ങൾക്ക് പൊറുതിയും ശിക്ഷയിൽ നിന്ന് മോചനവും നൽകട്ടെ. നല്ല ഇടയനായ ക്രിസ്തുനാഥൻ ഇയാളെ പിതൃഭവനത്തിലേക്ക് നയിച്ച് സ്നേഹനിധിയായ പിതാവുമായി രഞ്ജിപ്പിക്കട്ടെ. അങ്ങനെ സ്വർഗരാജ്യത്ത് ക്രിസ്തുനാഥന്റെ സന്നിധിയിൽ എല്ലാ വിശുദ്ധരുമൊത്ത് നിത്യാനന്ദം അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഇയാൾക്ക് കൈവരുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളിൽ ഈ സഹോദരന്റെ ആത്മാവിനെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിൽ മരണമടഞ്ഞ എല്ലാവരെയും പോലെ
ഇയാളും അവസാന ദിവസം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ ദൃഢമായി പ്രത്യാശിക്കുന്നു. അങ്ങയുടെ പൈതൃകമായ സ്നേഹത്തിൻ്റെയും ക്രിസ്തുവിൽ ഞങ്ങൾക്ക് വിശുദ്ധരുമായുള്ള സംസർഗത്തിൻ്റെയും അടയാളമായി ഈ ദാസനിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ ദാസൻ സ്വർഗ കവാടം തുറന്നു കൊടുക്കണമേ. ഈ ലോകത്ത് ജീവിക്കുന്നവരായ ഞങ്ങൾ വിശ്വാസ വചസ്സുകളിൽ പരസ്പരം ആശ്വാസം കണ്ടെത്തുവാൻ കൃപ അരുളണമേ. ഞങ്ങളും ഒരിക്കൽ സ്വർഗത്തിൽ എത്തിച്ചേർന്ന് വീണ്ടും ഈ സഹോദരനെ കാണുവാനും ക്രിസ്തുവിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ശരണം വെച്ച്
തോതുക തൻ സ്തുതികൾ. ചോദിപ്പു പരിഹാസമത് എവിടെ നിൻ ദൈവം? രാമകൻ വിഴിനീയല്ലോ എന്നോട് ആഹാരം. നിറയുന്ന മാനസമതിൽ ഓർമ്മകൾ വിരിയുന്നു. ആമോദം പുളകമണിഞ്ഞ ജനതതിയെന്നു പുരുഷാരത്തിൻ ഉദയസം നീളമുയരുമ്പോൾ ദൈവത്തിൻ ഭവനത്തിൽ ഓർമ്മ. ക്രിസ്തുനാഥൻ ആദ്യമായി ഉയർത്തെഴുന്നേറ്റു. എളിയവരായ നമ്മുടെയും ശരീരങ്ങളെ അവിടുന്ന് ഉയർപ്പിക്കുമെന്നും തന്റെ തേജോമയമായ ശരീരത്തോട് അനുരൂപപ്പെടുത്തുമെന്നും നാം വിശ്വസിക്കുന്നു. കർത്താവിന്റെ തിരുക്കരങ്ങളിൽ ഈ സഹോദരനെ നമുക്ക് ഏൽപ്പിക്കാം. ഇയാൾക്ക് അവിടുന്ന് നിത്യശാന്തി നൽകുകയും അവസാന ദിവസം ഇയാളുടെ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും നിത്യമരണം പ്രാപിക്കുകയില്ല എന്നല്ല ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഈ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലാസറിന്റെ ശവകുടീരത്തിങ്കൽ കണ്ണീർ പൊഴിച്ച കർത്താവേ, ദുഃഖാർത്തരായ ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചു നീക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ ഈ അപ്പച്ചനും നിത്യായുസ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പശ്ചാത്ത വിശകലന പ്രതീക്ഷ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങളുടെ ഈ സഹോദരനെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ജ്ഞാനസ്നാന ജലം കൊണ്ട് കഴുകുകയും വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുകയും ചെയ്ത ഈ സഹോദരനെ വിശുദ്ധരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും ഗണത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും നൽകി പരിപോഷിപ്പിച്ച ഞങ്ങളുടെ പ്രിയ പിതാവിനെ സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഈ പിതാവിന്റെ വേർപാടിൽ ദുഃഖിതരായ ഞങ്ങൾക്ക് വിശ്വാസം ആശ്വാസം നൽകുകയും നിത്യജീവൻ പ്രത്യാശ വാക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവുള്ളം നിറവേറ്റുന്നതിൽ സർവ്വത ജാഗ്രത കാണിച്ച ഈ പിതാവ് ചെയ്തു പോയ തെറ്റുകൾ ദയാപൂർവം ക്ഷമിക്കണമേ. സത്യവിശ്വാസം വഴി ക്രിസ്തീയ സമൂഹത്തിൽ ഉൾപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ഈ പിതാവിനെ കാരുണ്യവാനായ അങ്ങ് മാലാഖമാരുടെ സമൂഹത്തിൽ ചേർത്തരണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവേ, ഇയാൾക്ക് നിത്യ വിശ്രാന്തി നൽകണമേ. അന്ത്യചുംബനം നൽകാനുള്ളവർക്ക് ഈ സമയം നൽകാവുന്നതാണ്. നിത്യമാം പ്രകാശമേ നയിക്കുകെന്നെ നീ, ചുറ്റിലുമിരുൾ പരന്നിടുന്ന വേളയിൽ
കർത്താവേ, എന്നിൽ നീ കാരുണ്യം തൂകണേ. നിൻ മഹാകാരുണ്യമോർത്തു ദയാനിധേ, എണ്ണമറ്റുള്ളതാം നിൻ കൃപാവായ്പിനാൽ എന്നപരാധങ്ങളൊക്കെയും നീക്കണേ. മാമകമാലിന്യമാകെ കഴുകി നീ പാപക്കറ നീക്കി നിർമ്മലനാക്കണേ. എന്നപരാധങ്ങൾ ഞാനറിവൂ വിഭോ, എൻ പാപമൊക്കെയും കാണൂ ഞാൻ സർവദാ. അങ്ങേക്കെതിരായി പാപങ്ങൾ ചെയ്തിവൻ, നിൻ തിരുമുൻപിൽ ഞാൻ തിന്മകൾ ചെയ്തു പോയി. നിത്യമാം പ്രകാശമേ, നയിക്കുകെന്നെ നീ ചുറ്റിലുമിരുൾ പരന്നിടുന്ന വേളയിൽ. അന്ധകാരപൂർണമായ രാത്രിയാണു പോൽ എൻ ഗൃഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. ഏറെ ദൂരെയുള്ള നല്ല കാഴ്ച കാണുവാനല്ല എൻ്റെ അർത്ഥനകൾ നിൻ വരത്തിനായി. എൻ്റെ പാദമൊന്നു നീ നയിക്കിലെത്രയും, എൻ്റെ മാർഗദീപമേ എനിക്കു തൃപ്തിയായി. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. ഞാൻ കടന്നു പോന്ന കാലമോർക്കുമെങ്കിലോ, ഞാൻ മതി എനിക്കു തന്നെ എന്ന ചിന്തയാൽ. എൻ്റെ മാർഗം എൻ്റെ ഇഷ്ടമെന്ന പോലെയായി, നിന്റെ രക്ഷണീയ പാത തേടിടാതെ ഞാൻ. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. എൻ ശരീരം കല്ലറയിൽ ശയിക്കുമെന്ന്
അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിതിൽ നിന്നും എന്റെ ദേഹം ദേഹിയുമായി ഒന്നു ചേരാനായി കാത്തിരിക്കും ആശയാൽ നീ ശാന്തി ഭൂമിയിൽ. എൻ ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിതിൽ